സാർ സാർ ഇവൻ ആക്ടർ, ഇവൻ റൈറ്റർ, ഈ വീട് ഇവൻ്റെയാണ് സാർ. സാർ ഗ്ലൗസ്. അങ്ങനെയാണോ? ഹെഡ് ക്വാർട്ടേഴ്സിൽ ന്യൂസ് എത്തിയിട്ടുണ്ട്. ഈ കേസ് വലിയ തലവേദനയായിടാ. എത്ര ദിവസമായിടാ വീട്ടിൽ പോയിട്ട്? എപ്പോഴാ ഈ കേസ് തീരാ?
സാർ സാർ 2 പേരാണ് സാർ ഇവിടെ ഉള്ളത്. ഇവർ 2 പേരും സിനിമയിലാണ് സാർ വർക്ക് ചെയ്യണത്. സാർ ഒരാൾ ആക്ടർ, മറ്റൊരുത്തൻ റൈറ്റർ. ഇവനാണ് സാർ റൈറ്റർ. ഇവൻ്റെ അച്ഛനമ്മയും ഇവൻ്റെ ചേട്ടൻ്റെ കൂടെ USA സാർ. ഈ വീട് അവരുടെയും കൂടിയാണ് സാർ. ശരി, ഇവൻ്റെ അടുത്ത് നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചായിരുന്നോ? ഇതുവരെ അവരത് സംസാരിച്ചിട്ടില്ല സാർ. അപ്പോൾ ഇൻഫർമേഷൻ തന്നാരാ? അടുത്ത വീട്ടിലെ പയ്യനാണ് സാർ. സാർ അവനെ വിളിക്കണോ? ഓക്കെ സാർ. ഡോ, സാർ അപ്പുറത്തെ വീട്ടിലെ ജനാലിക്കൽ നിന്ന് ഒരുത്തിന് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവനെങ്കിൽ പൊക്കിക്കോ. ഓക്കെ സാർ. എന്താ നടന്നത്? ഐ കിൽഡ്. ഞാനാ കൊല ചെയ്തത്. അതിനെന്തായിരുന്നു കാരണം? ഇവൻ നിന്റെ ആരായിരുന്നു? മൈ വൈഫ്. ആർ യു ഷുവർ? യെസ്, ഷീ ഈസ് മൈ വൈഫ്. ആർ യു ഗേ? നോ. നിന്റെ പേരെന്താ? നിനക്കെന്താ ജോലി? ഈ മുടി ആരുടെയെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ സാർ. പിന്നൊരു കാര്യം, CCTV ഫുട്ടേജ് നോക്കി ആരൊക്കെ വന്നു, ആരൊക്കെ പോയി തുടങ്ങിയ എല്ലാ ഇൻഫർമേഷനും എനിക്ക് കിട്ടണം. Okay, പ്രത്യേകിച്ച് സ്ത്രീകൾ. തീർച്ചയായും. ഓക്കെ? ഓക്കെ. ഇത് കൊണ്ടുപോയി ഫോറൻസിക്കിനെ ഏൽപ്പിക്കണം. ഓക്കെ സാർ. സൂക്ഷിച്ച്. ആരുടെ നീ? സാറ് വരാൻ പറഞ്ഞ. മുകളിലുണ്ട്, പോയി നോക്ക്. ആ. സർ, സർ, എന്താടോ, താൻ അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നല്ലോ. അല്ല, പോലീസൊക്കെ എന്തിനാ വന്നിരിക്കുന്നത് നോക്കിയതാ. എന്തിനാ വന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അറിയാം, പക്ഷേ നീ ഇടിപ്പോൾ എത്ര നാളായി? 10 years ആയിട്ട് ഇവിടെ തന്നെയാ. ഇവനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അറിയില്ല സർ, എപ്പോഴും കാണാറൊന്നുമില്ല. എപ്പോഴെങ്കിലും ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ കണ്ടിട്ടുണ്ട് സർ. ഇവിടെ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ശബ്ദം കേട്ടായിരുന്നോ? ശബ്ദോ? അങ്ങനെയൊന്നും കേട്ടില്ല സർ. ഇന്നലെ നീ എത്ര മണിക്കാണ് ഉറങ്ങിയത്? ഞാൻ 10 മണിക്കൊക്കെ കിടക്കും സർ. അപ്പോൾ രാവിലെ എഴുന്നേറ്റതോ? ഒരു 5:30 എഴുന്നേക്കും സർ. ഈ പെയിന്റിങ്ങിനെ പറ്റി എന്തെങ്കിലും അറിയോ? കണ്ടിട്ടില്ലല്ലോ സർ. ആര് വരച്ചാണെന്നെങ്കിലും അറിയോ? അറിയില്ല സർ. 1920 പിക്കാസോ, വേൾഡ് ഫേമസ് പെയിന്ററാണ് അദ്ദേഹം. ഓഹോ. അപ്പോൾ ഇന്നലെ രാത്രി എത്ര മണിക്ക് ഉറങ്ങിയത്?
11:30 സർ. നേരത്തെ 10 മണിയാണല്ലോ പറഞ്ഞേ. സർ രാത്രി നിനക്ക് എന്താടാ പരിപാടി? സാറേ അത് പിന്നെ നിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം രാത്രി നീ ഉറങ്ങിയിട്ടില്ല എന്ന്. സാറേ വീട്ടിൽ പ്രേതമുണ്ട് സാറേ. ഒരു 4 ദിവസം മുന്നേ വെളുത്ത സാരി ഉടുത്ത് മുടിയെല്ലാം അഴിച്ചിട്ട് ഇവിടെ കറങ്ങുന്ന ഞാൻ കണ്ടതാ സാറേ. അന്ന് തൊട്ട് എൻ്റെ ഉറക്കം പോയി സാറേ. ഇതൊക്കെ ചെയ്ത ആ പ്രേതാണ് സാർ, സത്യം ഞാൻ പറയുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവിടെ വെച്ചാ സാർ തൂങ്ങി മരിച്ചത്. ഇതൊക്കെ അവരാ സാർ ചെയ്യുന്നത്. സാർ 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 സാറേ അത് പിന്നെ മുകളില്. നീ വയ്ക്കോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ സാർ. സർ, ഇവനാണ് ഇൻഫർമേഷൻ കൊടുത്തത്. സാർ നമസ്കാരം സാർ. നീ എന്താ ചെയ്യുന്നേ? ബിടെക് പഠിക്കുക സാർ. എപ്പോഴാ കണ്ടത്? അത് ഏകദേശം 4:35 ആ സമയമാണ് സാർ. 4:30 ആണോ 5 ആണോ? അത് പിന്നെ 4:30 ആണ് സാർ. ആ സമയത്ത് നീ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? അത് ഒരുപാട് ശബ്ദം കേട്ടപ്പോൾ എന്താണെന്ന് നോക്കിയതാ സാർ. ലോക്ക് ചെയ്തിട്ടിരുന്നൊരു വീട്ടിനകത്ത് നീ എങ്ങനെ കയറിയത്? സാർ ഞാനത് ജനൽ വഴി കണ്ടത്. ഏത് ജനൽ? ദേ ആ ജനലാണ് സാർ. ഇത് ഏത് രാജ്യത്തെ മാർബിളാന്ന് നിനക്കറിയോ? അറിയില്ല സാർ. ഇതിന്റെ റേറ്റിനെ പറ്റി വല്ല ഐഡിയ ഉണ്ടോ? അതും അറിയില്ല സാർ. ഇത് ഇറ്റാലിയൻ മാർബിളാ. ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപ വില വരും. അപ്പൊ എവിടുന്ന് കിട്ടുന്ന പറഞ്ഞേ? ബാൽക്കണി സാർ. ആ ജനലിനാ സാർ കണ്ടത്. പിന്നെ നീ വേറെ എവിടെ നിന്നൊക്കെ കണ്ടു? സത്യമായിട്ടും അവിടെ നിന്നാ സാർ കണ്ടത്, ആ ജനലിൽ നിന്ന്. നീയായിട്ട് പറയുന്നോ അതോ ഞങ്ങളായിട്ട് നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ? എനിക്കൊന്നും അറിയില്ല സാർ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. എന്നെ വിശ്വസിക്കണം സാർ, പ്ലീസ്. നീ ആദ്യം പറ, ബാക്കിയുള്ളത് ഞങ്ങൾ നോക്കിക്കൊള്ളാടാ. പ്ലീസ് സാർ. അത് ഞാൻ പറയാം സാർ, ഞാൻ പറയാം. ആക്ച്വലി ലോക്ക്ഡൗണിലെ സമയത്ത് എന്താ സംഭവിച്ചെന്ന് വെച്ചാ, രാത്രി എന്തിനാടാ പുറത്ത് വെച്ച് കഥ കടച്ചേ? രാത്രി നീ വെള്ളം അടിച്ചിട്ട് ഭയങ്കര ശല്യം ചെയ്തു, അതുകൊണ്ടാ പുറത്താക്കി കഥ കടിച്ചത്. നിന്നെയൊക്കെ ഉണ്ടല്ലോ. पूरे देश में
बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है। आज रात 12 ഒരു ദിവസം എന്നല്ലേ പറഞ്ഞത്? എന്താന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. बाहर निकलने पर पूरी तरह पाबंदी लगाई जा रही है। हिंदुस्तान के हर नागरिक को बचाने के लिए, आपको बचाने के लिए, आपके परिवार को बचाने के लिए आज रात 12 बजे से घरों से बाहर निकलने पर पूरी तरह पाबंदी लगाई जा रही है। ഡാ, അതിലൊരു കുപ്പിക്ക് ഞാനാ പൈസ കൊടുത്തത്. കാശെടുക്ക്. അങ്ങനെയാണോ? ഒരു മിനിറ്റ് നിൽക്ക്. ഓ, ഡാ, ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? പോയി കുപ്പി വാങ്ങിക്കോ. കുപ്പിയോ? അതിന് നിന്റെ അച്ഛൻ കട തുറന്നുണ്ടോ? ഡാ, നീ പൈസ ചോദിച്ചിട്ട് തന്നു. വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല, കുപ്പി ഉണ്ടാവില്ല. എന്തോ ആയിക്കോട്ടെ. ഡാ 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 ഡാ, കൊല്ല് കൊല്ല് കൊല്ല്. അടിയടാ അവനെ. വിടല്ലേ വിടല്ലേ. നീ അവിടെ നോക്ക് നോക്ക്, നീ അവനെ വിടല്ലേ. ഡാ, അളിയാ, ഡാ ഡാ ഡാ, വേഗം അടിക്ക്. കൊല്ലടാ, ഇല്ലെങ്കിൽ അവൻ നിന്നെ പെട്ടെന്ന് കൊല്ലും. കൊല്ല്. വേഗം അടിക്ക്. ആടാ നോക്കടാ. ഒന്ന് വേഗം വാടാ ഇങ്ങോട്ട്. ഡാ, എന്താടാ കാണിച്ചോണ്ടിരിക്കുന്നേ? എടാ വേഗം അവനെ കൊല്ലടാ. വാടാ വാടാ, ഒന്ന് പെട്ടെന്ന് വാടാ, ഇങ്ങോട്ട് വാ. ഓ, കൊല്ല് കൊല്ല് കൊല്ലവനെ, വിടല്ലേ. വാ, കൊല്ലടാ അവനെ, കൊല്ലടാ അവനെ, കൊല്ല്. ഛേ, പോത്തെ, എല്ലാം നീ കഴിച്ചു തീർത്തല്ലേ? I've got 2 hostages and 1 target down. I do not have a shot. I do not have a shot. Emma, what are you doing? Let's go. Come on. Maddie. Dad. എന്താടാ, നീ അപ്പോഴേക്കും തുടങ്ങിയോ? ഇതല്ലാതെ വേറെന്ത് പണിയാടാ ഉള്ളേ? എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോടാ. നിനക്കെന്താടാ കഷ്ടം? താമസിക്കാൻ ഇത്രയും വലിയൊരു വീടുണ്ട്, കഴിക്കാൻ നല്ല ഭക്ഷണമുണ്ട്, എന്റർടൈൻമെന്റിന് ഇന്റർനെറ്റും ഉണ്ട്. പുറത്ത് പോയി നോക്ക്. മൈഗ്രെയിൻ ലേബേഴ്സ് എല്ലാം എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് കാണാം. കഷ്ടമാണ് പോലും, കഷ്ടം. എല്ലാം ഉണ്ടെങ്കിലും കുപ്പി തീർന്നില്ലേ? കുപ്പി തീർന്നെന്നോ? ആടാ, മൈഗ്രെയിൻ ലേബറിന് ഇതൊക്കെ കഷ്ടമാണോടാ? അതായത് അത് വേറെ കഷ്ടം, ഇത് വേറെ കഷ്ടമാടാ. അത് പോട്ടെ, നിനക്ക് ഇത്രയും സ്വത്തില്ലടാ, പിന്നെ എന്തിനാ നീ അവിടെ ഇവിടെയൊക്കെ ജോലി തരുന്നേ? എന്നെ വെച്ച് നിനക്കൊരു സിനിമ എടുത്തുവിടറാ. ഡാ, ഇതെന്റെ മുത്തച്ഛൻ്റെ സ്വത്തല്ലടാ, ഇതെന്റെ ഏട്ടൻ്റെ സ്വത്താ. ഞാൻ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യാന്നറിഞ്ഞാലേ എന്നെ കൊന്നു കളയും. അതൊന്നും ശരിയാവില്ല. ബിസിനസ് ചെയ്യാനെന്ന് പറഞ്ഞ് വാങ്ങിക്കേ,
ബിസിനസ്സാ? ആ എൻ്റെ ഏട്ടൻ എന്താ ലൂസാന്ന് വിചാരിച്ചോ അത് പറഞ്ഞാൽ വിശ്വസിക്കാൻ? എനിക്ക് ഏട്ടൻ ഈ വീട് തന്നത് തന്നെ വലിയ കാര്യമാണ്. തരികിട എന്തെങ്കിലും കാണിച്ചാലേ പിന്നെ റോഡിൽ നിൽക്കേണ്ടി വരും. പ്രേതങ്ങൾ ഇത്ര സെക്സിയൊക്കെ ആണോടാ? കാണാൻ തന്നെ വല്ലാത്തൊരു വൃത്തികെട്ട മുഖമാ. ഇതെങ്ങനെയാടാ നിനക്ക് സെക്സി ആയിട്ട് തോന്നുന്നേ? നീ അവിടെ മുഖമല്ലേ നോക്കുന്നേ, ഞാൻ കാണേണ്ടതാ കാണുന്നത്. നിനക്ക് വല്ലാണ്ട് തുടിക്കുന്ന പോലെ ഉണ്ടല്ലോ മോനെ. ഇവളെ പോലൊരു പ്രേതത്തെ കിട്ടിയാലുണ്ടല്ലോ. Hello? Can I help you? Hello? എന്തോ ഒരു ശബ്ദം. അറിയില്ലടാ. നീ എന്തെങ്കിലും കണ്ടോ? ആരോ നടന്നു പോയ പോലെയല്ലേ? ഇവിടുന്ന് എന്തോ അങ്ങോട്ട് പോന്ന പോലെ തോന്നിയല്ലേ? എന്തായിരിക്കടാ? അറിയില്ലടാ. നിന്റെ ഫോൺ തന്നെ. ഫോണാ? എവിടെയാടാ ഉള്ളേ? അവിടെ നോക്കടാ. What do you want? മോളിൽ എന്തോ ഉണ്ടോ? നമ്മളെ റൂമിലായിരിക്കോ? നമുക്ക് ഒന്ന് പോയി നോക്കിയാലോ? വാ. വേണ്ടടാ. എടാ വാടാ. ഇവിടെ അല്ല, ഇവിടെ ഇവിടെയാടാ ശബ്ദം കേൾക്കുന്നേ. അങ്ങനെയാണേല് നീ പോയി നോക്കടാ. ഇത് പ്രേതാടാ. ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ആടാ ഇങ്ങനെ കാണുന്നേ. ഒരു സെൽഫി എടുക്കട്ടെ. സ്മൈൽ പ്ലീസ്. സ്മൈൽ. എക്സ്ക്യൂസ് മീ, ഒരു സെൽഫി എടുത്തോട്ടെ. സ്മൈൽ പ്ലീസ്. എന്താടാ കളിയാ? ഞാൻ വാടി പ്രേതം. കുടിക്ക് കുടിക്ക് കുടിക്ക്. ഇങ്ങോട്ട് വാടി. വലിക്ക്. ആരാണാ പറഞ്ഞേ?
ഡാ അളിയാ, ഡാ എണീക്കടാ, ഡാ അളിയാ, ഒന്ന് പോടാ. ഡാ എടാ എഴുന്നേൽക്കടാ, ഡാ എന്താ? പ്രേതടാ, എന്ത്? ഡാ അക്ഷയ് എഴുന്നേൽക്കടാ, ഡാ അവിടെ നോക്കടാ, ഡാ ആരാടാ? ഡാ നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഡാ എന്താ? ഡാ അയ്യോ, പ്രേതം. ഡാ പ്രേതം എങ്ങനെയാടാ ഇവിടെ വന്നേ? ദാ, ഇത് നമ്മുടെ പ്രാങ്കാടാ. ഡാ, ഓൾറെഡി ഞങ്ങൾ കൊറോണയൊക്കെ കണ്ട് പേടിച്ചിരിക്കുക. നീ എന്തിനാണ് അങ്ങനെ പേടിപ്പിക്കാൻ വരുന്നേ? അല്ലെങ്കിൽ തന്നെ പ്രേതം വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാ. നിന്റെ ഒരു പേടിയോ? അത് നിങ്ങൾക്കോ? ഞാൻ വിശ്വസിച്ചു. മാറാ തന്നാണ്ടല്ലോ. ഇവിടെ പേടി ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്റെ അമ്മോ, ഇവൻ വീഡിയോ ഒക്കെ എടുത്തിണ്ടാ. ഇത്രമാത്രം ഉണങ്ങി പോയോടാ നിങ്ങള്? എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ബൈസെക്ഷുവലാ. അല്ല കൊല്ലടാ, കൊല്ലടാ അവനെ, കൊല്ലടാ, കൊല്ല. രാത്രി വെച്ച ഫുഡും ബീറും ഒക്കെ തീർത്തത് കാണുന്നു. അപ്പൊ അത് തീർത്തത് നീയാണല്ലേ? സാർ അടുത്ത വീട്ടിലൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. എവിടെ നിന്നും ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല സാർ. CCTV ഫുട്ടേജുകളെല്ലാം ചെക്ക് ചെയ്തായിരുന്നോ? ചെക്ക് ചെയ്തു സാർ. പക്ഷേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആരും വന്നില്ല സാർ. എന്നാലും സാറേ 2 ദിവസമായി ഇവർ രണ്ടുപേരും കാണുമ്പോൾ തന്നെ ടെൻഷനായിട്ട് പാടില്ല സാറേ. ഇവനാണ് നമ്മൾ അന്വേഷിക്കുന്ന ആ പെണ്ണ്. കോൺസ്റ്റബിൾ, ഈ മൊബൈലിൽ കോൾ ഡേറ്റ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കളക്ട് ചെയ്യണം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സന്തോഷ്. സാർ, ഞാനിപ്പോൾ ഇവിടെ ECRലെ ക്രൈം സ്പോട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. സാർ, ഈ വീട്ടിൽ മോഷണം നടന്നതായിട്ട് തോന്നുന്നില്ല. അതുപോലെ മർഡർ മോട്ടീവ് ആണെന്നും തോന്നുന്നില്ല സാർ. ഒരു പക്ഷേ ആരെങ്കിലും പുറത്തുനിന്ന് വന്നാണെന്ന് ചിന്തിച്ചപ്പോൾ അതിനുള്ള സാധ്യത ഇവിടെ കാണുന്നില്ല. മൊത്തം കോൾ ഡേറ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി സാർ. അതിലും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. സസ്പെക്ട് ഇപ്പോൾ ഏതോ ട്രക്കിൽ മയങ്ങിയിരിക്കുകയാണ് സാർ. ഇവന് ബോധം വന്നാൽ മാത്രമേ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ പറ്റൂ. ഓക്കെ,
സസ്പെക്ടിനെ റിമാൻഡിൽ എടുത്തിട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യൂ. സാർ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? നല്ല തലവേദനയാ അത്. ഞാൻ മെഡിക്കൽ ടീമിനെ അങ്ങോട്ടേക്ക് അയക്കാം. സാർ മെഡിക്കലൊക്കെ ഇപ്പം എന്തിനാണ് സാർ? നാർക്കോട്ടിക്കാരെ അയക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യാം. നാർക്കോട്ടിക്സ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞതുപോലെ മെഡിക്കൽ ടീമിനെ അങ്ങോട്ടേക്ക് അയക്കാം. എന്തുണ്ടെങ്കിലും റീച്ച് ഔട്ട് ടു മീ. ശരി സാർ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് വിട്ടേക്കേ. ഹായ് Hi, സാർ, sir. ഗുഡ് Good മോർണിംഗ്. morning. സാർ Oh, sorry. What is the situation? സാർ ഇതല്പം കുഴപ്പം പിടിച്ച കേസാണ്. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തോ മൂത്ത സാധനം അടിച്ചേറ്റ് കിറിങ്ങിയിരിക്കുകയാണ് ഇവൻ. ആൽക്കഹോൾ അതുപോലത്തെ ഇൻഫ്ലുവൻസ് വല്ലതുണ്ടോ? ഇവൻ പറയുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. സസ്പെക്ട് ഇവൻ തന്നെയല്ലേ? ഇവൻ തന്നെയാണ് സാർ. പക്ഷെ ഇവന്റെ ബോധം തിരിച്ചു കിട്ടണ്ടേ? അല്ല, ഈ വീട്ടില് ഇവൻ Excuse me, മാത്രമേ sir. ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഇമ്പോർട്ടന്റ് കോൾ. ഇറ്റ്സ് ഓക്കെ, ക്യാരി ഓൺ. താങ്ക് യു സർ. നിങ്ങളിവിടെ വരുമ്പോൾ ഇവന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഹലോ, പറ. കോൾ എന്താ എടുക്കാത്തെ? ലോക്ക്ഡൌൺ സമയത്തും ബിസിയാണോ? ഞാൻ കുറച്ച് ബിസിയാ. ആരും വർക്ക് ചെയ്യുന്ന സമയത്ത് നീ ഒരാൾ മാത്രമാണോ വർക്ക് ചെയ്യുന്നത്? യൂഷ്വലി നിന്റെ സൈക്കോതെറാപ്പിക്ക് ഒരു വർക്കും കാണാറില്ലല്ലോ. അപ്പോഴാണോ നിനക്ക് ഈ ലോക്ക്ഡൌൺ സമയത്ത് ജോലി? അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം എനിക്കില്ല. സാർ അടുത്തുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ബൈ, ഐ ലവ് യു. ഐ ഹേറ്റ് യു. ബൈ. ഇവൾക്ക് വേറെ പണിയൊന്നുമില്ലെന്നു. തന്റെ പേരെന്താ? ഇയാൾ എന്താ ചെയ്യുന്നത്? ഈ കൊലപാതകം ചെയ്തത് നിങ്ങളാണോ? എക്സ്ക്യൂസ് മീ. ഹലോ. നിങ്ങൾക്ക് എന്താണ് ജോലി? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ആർ യു മാരീഡ്? യെസ്. ഇയാളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 4 months. ഓ, ജസ്റ്റ് 4 months. ഈ കൊലപാതകം ചെയ്തത് നിങ്ങളാണോ? യെസ്, ഐ കിൽഡ് ഹർ. ഓക്കെ. എന്തിനാ അയാളെ കൊന്നത്? ఏదో మాట్లాడాలన్నారంట. కొంచెం భయంగా ఉంది. నన్ను చూసా? చచా, అలాని కాదు. పెళ్ళంటే ప్రతి అమ్మాయి పడే భయమే. ఇట్స్ వెరీ బోరింగ్. పెళ్ళంటే നീ കുറച്ചും കൂടി ഇരുന്ന് കാണും. നന്നായിട്ടുണ്ടാകും. నన్ను అడిగితే ప్రతి అబ్బాయికి కూడా భయమే అండి. అదేంటి, మీరు కూడా భయపడతారా? మీరంటే మీ కుటుంబాన్ని What is your favorite web series? എനിക്കിഷ്ടം പ്രോമിസാ. What is that about? ఒక అమ్మాయి మన కుటుంబానికి వచ్చాక ക്യൂട്ട് ലവ് സ്റ്റോറി, ഫാമിലി ഇമോഷൻസ്, పోతుందో అని ఎన్నో നല്ല ഡ്രാമ, మరెన్నో a feel good web series. Yeah.
పెళ్ళయ్యాక అర్థమయ్యేలా ఉండాలా లేదా అర్థం చేసుకునేలా ఉండాలా ఏదో తెలియని సతమతం. మీకు నచ్చినట్టుండండి, మీరు ఎలా ఉన్నా నాకు నచ్చుతారు. ఇప్పుడు అలానే అంటారు, తర్వాతే వాట్ ఈస్ యువర్ ఫేవరెట్? Love, lust, and confusion. వాట్ ఈస్ ఇట్ అబౌట్? It is about a girl with full freedom. The way she is independent, enjoys her life, no restrictions. It's a very nice web series. We'll watch that. మలయాళం హిందీయో? Hindi, Malayalam, both. If you want, we will watch that series. A girl goes to Bombay. Yeah. കല്യാണമൊക്കെ ഫിക്സ് ആയതിനു ശേഷം ബോംബെയിലേക്ക് പോകുന്ന ആൻഡ് ഷീ ഡസ് ഓൾ ദി അൺയൂഷ്വൽ സ്റ്റഫ്സ്. ദാറ്റ് വൺ? It's a nice series. No, I hate those type of cheap characters and those kind of cheap stuffs out there. So better we'll watch this. అర్థం కావట్లేదు. భయపడకుండా ధైర్యంగా చెప్పండి. ശരി വിട്ടേക്ക്. നിന്റെ ഫാന്റസീസ് എന്താന്ന് പറ. 2 kids, 1 small house and a happy family. Okay. Not this fantasies. Sexual fantasies. The whole process of having sex is to have kids. Okay. പ്ലഷറിന് വേണ്ടി സെക്സ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തെറ്റാണ്. I'm feeling sleepy. I'll go to sleep now. ഇവിടെ തന്നെ കിടന്നു. I told you, I need some space. ഓക്കെ. Okay, I'll just go to sleep. All right. Good night.
तो आज हम जानने वाले थे एंड्रॉयड फ़ोन्स के बारे में, एंड्रॉयड फ़ोन्स हैकिंग के बारे में और किस तरह से ये पॉसिबल है, कैसे हो सकता है। तो दोस्तों आप लोगों ने जितने भी वीडियोस अब तक देखे होंगे इंटरनेट पे ऑनलाइन, सभी वीडियोस में एक सबसे बड़ी प्रॉब्लम ये है कि सामने वाले का जो फ़ोन है वो हमें ज़रूर चाहिए। उस फ़ोन पे जाओ, सेटिंग्स करो, ऐप इंस्टॉल करो और एक बड़ा Good morning. ഇറ്റ്സ് ആഫ്റ്റർനൂൺ. Oh, okay. Good afternoon. രാത്രി നേരത്തെ കിടന്നതാണല്ലോ, പിന്നെ എണീക്കാൻ എന്താ ഇത്ര ലേറ്റ്? Uh, uh, I just got a bad dream. എനിക്ക് ഉറക്കം വന്നില്ല. So, I watched a movie. You also watched that movie. Very nice movie. Hello? Yeah, hi. What's happening? നിനക്ക് വൈഫൈ കിട്ടുന്നുണ്ടോ? No, I'm using my mobile data. Just call them, no? യാ. ഹലോ. Welcome to Act Fiber. ഹലോ. ഹലോ. Hello. ഹലോ. Sir, can you hear me? Sir, sir, പറയൂ sir. ഹലോ. Sir, can you hear me? എനിക്ക് കേൾക്കുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, I'll make a call. Some network issues. ഹലോ, ആക്ട് ഫൈബർ അല്ലേ? ഹലോ. ഹലോ, ആക്ട് ഫൈബർ അല്ലേ? ഹലോ, ഇന്ന് രാവിലെ തൊട്ട് നെറ്റ് ശരിക്കും കിട്ടുന്നില്ല. Yeah, okay. I'll do it. Yeah, I can manage. Thank you. I'm feeling tired. ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. Okay.
Hey, are you still working? Come, let's go have dinner. Okay, coming. How was your day? Not good. എന്ത് പറ്റി? ജോലി കഴിഞ്ഞില്ല. എന്ത് ജോലിയാ? Investigating work. How is it going? Okay, going fine. Soon I'm gonna find the victim. So it's debugging job then. Yep. Test for your patience. So much. So much. എന്ത് പറ്റി? എന്താ ഇത്ര സ്ട്രെസ് ആയിട്ടിരിക്കുന്നേ? വർക്ക് ഭയങ്കര ഹെക്റ്റിക് അല്ലേ, സോ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്ട്രെസ് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. നിന്റെ മുഖം നോക്ക്, എങ്ങനെ ഇരിക്കുന്നേ? ഇത്രയും സ്ട്രെസ് എടുക്കാതെ. നിന്നെ കൊണ്ട് പറ്റും. ഇത് ചെറിയ ജോലിയല്ലേ, നീ ടെൻഷൻ അടിക്കാതെ. Who is that? സിസ്റ്റർ. ഓ, സിസ്റ്റർ ആണല്ലേ. സിസ്റ്റർ എന്താ പറയുന്നത്? We have planned a con call. I think I should take this call. You finish it, I'll be up. അമ്മേ, ഇപ്പോൾ കഴിച്ചോളൂ. അവർ നന്നായിട്ടിരിക്കുന്നു. അമ്മയുടെ ഹെൽത്ത് ഇപ്പം എങ്ങനെയുണ്ട്? സമയത്തിന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓഫീസിൽ പോകണ്ടല്ലോ, വീട്ടിലാണ് ഇരിക്കുന്നത്. വർക്ക് ഫ്രം ഹോം അല്ലേ? ഇന്നലെ ചേച്ചി വിളിച്ചിരുന്നു, നന്നായിട്ടിരിക്കുന്നു എന്നാ പറഞ്ഞു. പിന്നൊരു കാര്യം പറയാൻ മറന്നു, മോണിക്ക് വിളിച്ചിരുന്നു. അവൾക്ക് കല്യാണം ഉറപ്പിച്ചു. പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില കൂടിയത്. ഞാനെല്ലാം മുന്നേ വാങ്ങി വെച്ചമ്മേ.
ആക്ച്വലി ഹീ ഈസ് നോട്ട് മാരിഡ് സർ. ഇത് വളരെ ഡിഫിക്കൽട്ടായ ഒരു കേസാ. അയാളുടെ റൂം എവിടെയാ? മുകളിലാണ് സർ. ഒന്ന് കാണാൻ പറ്റുമോ? വാ പോവാം. Let's go. സർ IT ഡിപ്പാർട്ട്മെൻ്റാണ് സർ. ഈ ലാപ്പ് ലോക്കാണ്, അത് നോക്കണം. ഓക്കെ സർ. ലൈറ്റർ വേണോ? നോ ജസ്റ്റ് ഫോർ എ ഫീൽ. ദാറ്റ്സ് ഗുഡ്. സർ ഓപ്പൺ ആയി സർ. ഓ ഗുഡ്. വെയിറ്റ്, വാട്ട് ദിസ്? ഇറ്റ്സ് എ ഹാക്കിംഗ് സോഫ്റ്റ്വെയർ സർ. അങ്ങനെയാണെങ്കിൽ എന്താ ഹാക്ക് ചെയ്തിരിക്കുന്നത്? സർ ഇത് ഏതോ ഒരു ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ട് സർ. ഇത് അവരുടെ ടിൻഡർ ചാറ്റാണ് സർ. നമുക്കൊന്ന് ട്രേസ് ചെയ്യാൻ പറ്റുമോ? നോ സർ, അത് പ്രയാസം. പക്ഷേ ഇതൊരു പെണ്ണിൻ്റെ ഫോണാണെന്ന് തോന്നുന്നു സർ. ഈ കേസ് വന്നതിന് ശേഷം ഭയങ്കര പ്രശ്നമാണ്. അതെ, എപ്പോഴും ഇത് തീരുന്ന അറിയില്ല. എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ നന്നായിരുന്നു. ആരാ നിങ്ങള്? ഇവിടെ എന്താ ചെയ്യുന്നേ? എന്തിനാ നിങ്ങൾ വന്നേ? അക്ഷയ്, അക്ഷയ് സാർ, അവനെ എഴുന്നേറ്റിട്ട് ഒച്ചുണ്ടാക്കിയിരിക്കുകയാണ് സാർ. ഓ, അങ്ങോട്ട് പോകണ്ട, പോകണമെന്നല്ല പറഞ്ഞേ. അക്ഷയ് ഒന്നില്ല, വാ വാ. അക്ഷയ്, നിന്നോടല്ല പറഞ്ഞേ. എന്താ പറ്റി? അവനെന്താ കിടക്കുന്നേ? അങ്ങോട്ട് പോണ്ട. അക്ഷയ്, നിന്നോടല്ല പറഞ്ഞേ, ഇങ്ങോട്ട് വാ. ഞാൻ അവനെന്താ പറഞ്ഞത് പറ്റിയെന്ന് കേൾക്ക്. പറ. അങ്ങോട്ട് പോണ്ട. ഞാൻ പറഞ്ഞത് കേൾക്ക് നീ. അക്ഷയ് സാർ, സാർ, എന്നെ വിട് ഒന്നുമില്ല, സാർ. എന്നെ എന്തിനാ പിടിച്ചു വെക്കുന്നേ? എല്ലാരും ഇവിടെ എന്താ ചെയ്യുന്നേ? എന്നെ വിടുന്ന് പറ. ഒന്ന് സമാധാനായിരിക്കേ, ഞാൻ പറഞ്ഞുതരാം. അക്ഷയ്ക്ക് എന്താ പറ്റിയെന്ന് പറ. ഞാൻ പറയാം. ഇരിക്കേ, താനൊന്ന് ഇരിക്കേ. ഇതാ നോക്ക്. ആരാ നിങ്ങള്? ആരാ പ്ലീസ്, നിങ്ങളെല്ലാം? നിങ്ങളൊന്ന് ആദ്യം സമാധാനമായിട്ട് ഇരിക്കേ. എന്താ സംഭവിച്ചത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം പേടിക്കാതെ അവനെന്താ പറ്റിയെന്ന് പറ. പ്ലീസ് റിലാക്സ്. ഇറ്റ്സ് എ സ്മോൾ ആക്സിഡന്റ്. ഓൾറെഡി ആംബുലൻസ് വരാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ഓൺ ദ വേ. ഫസ്റ്റ് യു കൂൾ ഡൗൺ. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ആദ്യം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യ്. ഓക്കെ? നിങ്ങൾക്ക് വലിക്കാൻ വല്ലതും വേണോ? ഹാവ് ഇറ്റ്. എടുത്തോന്നേ. നിങ്ങൾ പേടിക്കാതെ സ്വസ്ഥമായിട്ടിരിക്കേ. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്ര പേരാ? 2 പേരാ. വീട്ടില് ലേഡീസ് ആരും ഇല്ലേ? ലേഡീസാ? ഇല്ല, ഞാനും അക്ഷയ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഏതെങ്കിലും പെമ്പിളയുടെ നമ്പർ ഹാക്ക് ചെയ്തിട്ടുണ്ടോ? നോ, ഐ ഡോണ്ട് നോ ഹാക്കിംഗ്. ഓക്കെ. ഈ ലോക്ക്ഡൗൺ ടൈമിൽ നിങ്ങൾക്ക് എന്തായിരുന്നു പരിപാടി? ലോക്ക്ഡൗണിൽ
ഡാ എഴുന്നേൽക്കടാ, എഴുന്നേൽക്കേ. ഡാ എഴുന്നേൽക്കടാ. എന്താടാ? കുടിക്കേ, എണീക്കേ, കുടിക്കടാ. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കുടി, ശ്രദ്ധിച്ച് കുടി. കിട്ടിയോല്ലോടാ? എന്താ കിട്ടിയോ? കിട്ടുന്നില്ലടാ. വാടാ, പുറത്ത് പോയിട്ട് വാങ്ങിട്ട് വരാം. എന്ത് കിട്ടിയാലും കിട്ടുമെന്ന് അറിയില്ല. കിട്ടൂല്ലെങ്കിൽ ബ്ലാക്കിൽ കിട്ടൂടാ. വാടാ വാടാ, എനിക്ക് വിശ്വാസമില്ല. എന്നെ പിടിക്കടാ. വാ വാ. ലോക്ക്ഡൌൺ നിലവിലുള്ള ഈ സമയത്ത് ആവശ്യമില്ലാതെ പുറത്തു വന്ന യുവാക്കളെ പോലീസുകാർ തല്ലി ഓടിച്ചു. ഇത് കണ്ടപ്പോൾ റോഡിലുള്ള എല്ലാവരും പേടിച്ചു ഓടുകയുണ്ടായി. അമ്മേ, അയ്യോ, അമ്മേ, അടി കിട്ടിയെടുത്ത് തന്നെ പിടിക്കലടാ. ഇതറിയാതെ നമ്മൾ പോയല്ലോ. തെറ്റായി പോയടാ. It's no secret that exercise is good for you. But what you probably don't know is that there is a very strong body of evidence, like good scientific research, that says that exercise is one of the best ways to deal with drug cravings. So in this next video, you're going to hear from Dr. John Rady at Harvard University. എന്നെ കൊണ്ട് പറ്റൂലടാ. എനിക്ക് ബോഡി എക്സസൈസ് വേണ്ട, എനിക്ക് ബ്രെയിൻ എക്സസൈസ് വേണം. ഇടയ്ക്കൊക്കെ ആലോചിച്ചിരുന്ന് കഥ എഴുതാൻ നോക്ക്. ഞാൻ എത്രയായി നിന്നോട് പറയുന്നു. ശരി, ഞാൻ തുടങ്ങിക്കോളാം. നീ എന്താ ചെയ്യാൻ പോന്നേ? ഞാൻ മെത്തേഡ് ആക്ടിങ് പഠിക്കാൻ പോവാ. ഇപ്പൊ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ നിനക്ക്? നിന്റെ ഈ മുഖവും ആ മൊട്ടത്തലയും കണ്ട ആരാടാ നിനക്ക് ചാൻസ് തരാൻ പോന്നേ? എന്തോന്ന്? നീ എന്താ പറഞ്ഞേ? മൊട്ടത്തല എന്നാ പറഞ്ഞു. ഇതാരാന്നറിയോ? സിദ്ദിഖിന് മനസ്സിലായി, പക്ഷെ അടുത്ത് നിൽക്കുന്ന മൊട്ടത്തലയാരെന്ന് മനസ്സിലായില്ല. ഒരു കാലത്തെ പുള്ളി ഇങ്ങനെയായിരുന്നു അറിയോ? ബെസ്റ്റ് ആക്ടർ അവാർഡ് മേടിച്ച ആളാ പുള്ളി. ഒരു ചാൻസ് കിട്ടിയാൽ മതി, ഞാൻ ആരാന്ന് കാണിച്ചു തരാം.
ഒരു ജോലിയും കിട്ടുന്നില്ല. ഞാൻ കഴിച്ചിട്ടേ 3 ദിവസമായി അറിയോ. എനിക്കേ ഒരുപാട് വിശക്കുന്നു. എനിക്ക് ആരുമില്ല. ഞാനേ ഒരു അനാഥന. ആരുമില്ലാത്ത ഒരു അനാഥൻ. എന്നോട് സ്നേഹം കാണിക്കാൻ ആരുമില്ല. ഞാൻ ജീവിക്കുന്നതിന്റെ വേസ്റ്റ്. ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ അർഹനല്ല. ഈ സിഗരറ്റാണ് എന്റെ എല്ലാം. ഈ സിഗരറ്റാണ് എന്റെ ജീവിതം. ഭ്രാന്ത് വന്ന പോലെ കളിക്കുന്നു. ഇതിലേക്ക് എനിക്ക് ചാവല്ലാതെ വേറെ മാർഗമില്ല. നീ എന്താടായി കാണിക്കുന്നേ? സ്റ്റോറി കിട്ടുന്നില്ല അളിയാ. സ്റ്റോറി കിട്ടുന്നില്ലെന്നോ? ഇങ്ങനെ ഇരുന്ന സ്റ്റോറി അല്ല, തലച്ചോറ പുറത്ത് കിട്ടിയ. കോമഡി അടിക്കുന്നോടാ മൊട്ടെ. ലോ ബഡ്ജറ്റില് 2 പേരെ വെച്ചിട്ട് കഥ എഴുതുന്നത് എത്ര കഷ്ടാന്നറിയോ നിനക്ക്? കൊറേ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും കഥ കിട്ടിയില്ലേ? അതേടാ. പോടാ. ഇങ്ങനെ പോയാ പാടാ. എന്ത് ഗെറ്റപ്പാടാ അത്? സ്റ്റോറി കിട്ടിയിട്ടുണ്ട്. ഫീലിന് വേണ്ടി ഗെറ്റപ്പ് മാറ്റിയതാ. നിന്നെ കണ്ട ജോക്കറിനെ പോലെ ഉണ്ട് അറിയോ?
ജെട്ടി 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 സൂപ്പർ ജെട്ടി സൂപ്പർമാൻ ജെട്ടി ഇത് പവർ സ്റ്റാർ ജെട്ടി ജെട്ടി എന്ത് കളർ വേണമെങ്കിലും ഉണ്ട്, എന്ത് ഫ്ലേവർ വേണമെങ്കിലും ഉണ്ട്. വരൂ സർ നല്ല അടിപൊളി ജെട്ടി, പമ്പർ ജെട്ടി, പറക്കുന്ന ജെട്ടി. ഇതുപോലത്തെ ജെട്ടി നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. വരൂ സർ വന്ന് വാങ്ങിക്കൂ സർ, അടിപൊളി ജെട്ടി. ഇതുപോലത്തെ ജെട്ടി നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടില്ല. വാങ്ങിക്കോ സർ, വാങ്ങിക്കൂ. ഈ ജെട്ടിക്ക് വാറന്റി, ഗ്യാരണ്ടി, കാഷ്വാലിറ്റി എല്ലാം ഉണ്ട് സർ. വരൂ സർ വാങ്ങിക്കൂ സർ, അടിപൊളി ജെട്ടി, അടിപൊളി ജെട്ടി. ജെട്ടി 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 സൂപ്പർ ജെട്ടി, ഇത് ഓഫർ ജെട്ടി. എന്തിനാടാ ജെട്ടി വെക്കുന്നേ? നിനക്ക് മാത്രമേ കെട്ടിപ്പെടാൻ അറിയൂ. കണ്ടില്ലടാ എന്റെ ആക്ടിങ്. ശരിക്കും ഇവൻ വട്ടനാ. അക്ഷയ് 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 ഇവിടെ വാ. ഇവിടെ പ്രേതമുണ്ടടാ. എവിടെ? ഇതാ ഇവിടെയുള്ളേ. ഇതാ അവിടെ നോക്ക്. എന്താടാ ഇവിടെ? അവിടെ ഇരിക്കുന്നടാ, കണ്ണു തുറന്ന് നോക്ക് നീ. എനിക്കിവിടെ ഒരു കുന്തവും കാണുന്നില്ലല്ലോ. പ്രേതം അവിടെ ഉണ്ടടാ. ഡാ നീ ഒരുപാട് ബുക്സ് വായിക്കല്ലേ, അതുകൊണ്ട് നിനക്ക് എങ്ങനെയൊക്കെ തോന്നുന്നേ? അക്ഷയ് അക്ഷയ് എന്താടാ ഇവിടെ പ്രശ്നം? നോക്ക്, എന്താ? ഇവിടെ രണ്ട് പ്രേതം ഇരിക്കുന്നുണ്ടാ. എന്തേ? രണ്ട് പ്രേതത്തിന് നിന്റെ കണ്ണ് കാണുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലേ. നിനക്കെന്താ വട്ടാണോ? രാവിലെ തന്നെ വന്ന് പിച്ചും പേയും പറഞ്ഞോളൂ. ഇവിടെ എവിടെടാ പ്രേതം? ഇവിടെ തന്നെയാടാ ഇരിക്കുന്നേ. എവിടാ? ഇവിടെ. പിച്ചും പേയും പറയുന്ന പോലെ പണി നോക്കടാ. നീ ഇങ്ങനെ എന്നെയും കൺഫ്യൂസ് ചെയ്യല്ലേ? ഹീസ് ആക്ച്വലി ചേഞ്ച് ഹിം പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റി ആരാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. സാർ, എല്ലാരും പറയുന്നത് പ്രേതമാണ് ഇതൊക്കെ ചെയ്യുന്നതാ. അതെയോ? അതെ സാർ. ടെക്നിക്കലായിട്ട് പറയാന്നുണ്ടെങ്കിൽ പ്രേതവും ഭൂതമൊന്നും ഇല്ല. അതൊക്കെ ട്രാഷ് അല്ലേ? ഇല്ല സാർ, അടുത്ത വീട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവിടെ പ്രേതമുണ്ടെന്നാണ് പറയുന്നത് സാർ. ഒന്നുമില്ലെങ്കിൽ അവര് ഒരു നാടകം കളിച്ചിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. ഒന്നോ രണ്ടോ പേര് പറയുന്നതാണ് കുഴപ്പമില്ല സാർ, പക്ഷെ എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് സാർ. പ്രേതം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? അങ്ങനല്ലെന്ന് സാറിന് ഒരു ഗ്യാരണ്ടിയോടെ പറയാൻ പറ്റുമോ? ഇറ്റ്സ് ആൻ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ച് സമയം കളയണ്ട. ഓക്കെ, നിങ്ങളോട് ഈ പ്രേതത്തിന്റെ കഥയൊക്കെ പറഞ്ഞില്ലേ, അവരെല്ലാവരും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ചെല്ല്. ഓക്കെ സാർ.
നമുക്കൊന്ന് ആ സ്ക്രിപ്റ്റ് നോക്കിയാലോ? ശരി, നോക്കാം സർ. എന്ന് വാ. സർ സ്ക്രിപ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട് സർ. ശരി, താൻ പൊയ്ക്കോളൂ. ഓക്കെ സർ. സാർ, അവരെ കൂട്ടിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അവരെ ഓരോരുത്തരായിട്ട് മുകളിലേക്ക് കൊണ്ടുപോവാ. ഓക്കെ സാർ. സർ നമസ്കാരം. നമസ്കാരം. നിങ്ങൾ ആ പ്രേതത്തെ എവിടെ വെച്ചാ കണ്ടത്? സർ ആ ബാൽക്കണി വെച്ചാ കണ്ടത്. എപ്പോഴാ കണ്ടേന്ന് ഓർമ്മയുണ്ടോ? ഒരു 12:30 കാണും സർ. നിങ്ങൾ കണ്ടതാണോ അതോ മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടതാണോ? സാറേ വിശ്വസിക്കും സാറേ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാറേ. കണ്ടാൽ തന്നെ പേടിയാവും സാറേ. വെളുത്ത സാരി, തലമുടിയൊക്കെ അഴിച്ചിട്ട് ഒരുമാതിരി വൃത്തികെട്ട ലുക്കായിരുന്നു സാറേ. എനിക്ക് പേടിയായി സാറേ. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യേ, അവിടെ പിന്നീടുള്ള റൂമിൽ വെയിറ്റ് ചെയ്യേ. സാറേ ഈ റൂമിലല്ലേ? അതന്നെ. ശരി സാറേ. അടുത്ത ആളെ വിളിക്ക്. എന്താടോ, പ്രേതത്തിനെ നിങ്ങൾ കണ്ടോ അതോ മറ്റാരെങ്കിലും പറഞ്ഞറിഞ്ഞതാണോ? സർ സത്യമാണ് സർ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതൊക്കെ പോട്ടെ, ആ പ്രേതം ആണാണോ പെണ്ണാണോ? സർ അതൊരു പെണ്ണായിരുന്നു സർ. വെള്ളസാരിയൊക്കെ കെട്ടിയിട്ട് പേടിപ്പിക്കുന്ന രീതിയിലായിരുന്നു സർ. നിങ്ങൾ ഈ കാര്യം എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്? सर मैं अपने दोस्तों को भी बताया और आसपास जितने भी कॉलोनी में थे सभी को बताया. ആ പ്രേതത്തെ നിങ്ങൾ ഒരു ദിവസം കണ്ടുള്ളൂ അതോ 2-3 തവണ അടുപ്പിച്ച് കണ്ടായിരുന്നു? सर 2-3 लोगों को भी देखा मैंने. ഓക്കെ, റീസെന്റ് ആയിട്ട്, അതായത് ഈ അടുത്ത് നിങ്ങൾ എപ്പോഴാ പ്രേതത്തെ കണ്ടത്? 4 ദിവസം മുമ്പാണ് സർ. നിങ്ങൾ പിന്നിലുള്ള റൂമിലാണോ? ചെല്ല്. കോൺസ്റ്റബിൾ സാർ, അവരോട് എല്ലാവരും ഇങ്ങോട്ട് വരാൻ പറ. ഓക്കെ സാർ. കോൺസ്റ്റബിൾ, നിങ്ങൾ ചെന്ന പ്രേതത്തിനോട് വരാൻ പറ. ഓക്കെ സാർ. എല്ലാവരും നോക്കി, നിങ്ങൾ കണ്ടത് ഈ പ്രേതത്തിനെയാണോ? ഇത് അതല്ല സർ, ഇങ്ങനെയല്ല ഉള്ളത്. വേറെയാണ് സർ. ये वो नहीं है सर. ഇവരിലൊരുത്ത മിസ്സായിട്ടുണ്ടല്ലോ, അവനെ വിളിച്ചോണ്ട് വാ. സാറേ സാറേ സാറേ, ഇതാ സാർ ഞാൻ കണ്ട പ്രേതം. ആ ഇത് തന്നെയാ സാർ. രവി, നിന്റെ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തേ. മണ്ട, നീയായിരുന്നോ? ഇവൻ കണ്ട 4 ദിവസം ഉറങ്ങിയില്ല സാർ. ഞാൻ പ്രേതത്തിന്റെ വേഷോട്ട് വന്നിരിക്കുന്നു. പറഞ്ഞു കേട്ടില്ലേ, മാറിക്ക്. ഓക്കെ സാർ. എന്താ നോക്ക്, ഈ കേസിൽ നിങ്ങൾ എല്ലാവരും സസ്പെക്റ്റാ. ഇനി നിങ്ങൾ എന്തെങ്കിലും കള്ളം പറഞ്ഞെന്ന് തോന്നിയാ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നിയമ നടപടി എടുക്കേണ്ടി വരും. അല്ല സാർ, എനിക്ക് ഇയാളാ പറഞ്ഞത്. എന്നോട് ഇയാള് തന്നെയാ പറഞ്ഞത് സാറേ. मुझे इसने बताया. ഞാൻ കണ്ടതാ സാറേ. ഓക്കെ കോൺസ്റ്റബിൾ സാർ, ഇവരെല്ലാവരും പറഞ്ഞു വിട്ടേക്ക്. ഓക്കെ സാർ. കോൺസ്റ്റബിൾ സാർ, ഫൈനലി മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, ഇവരിൽ ആരും തന്നെ പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ആർക്കും ഒരാൾക്കുണ്ടായ എക്സ്പീരിയൻസ് ഇവരുടെ എക്സ്പീരിയൻസ് ആക്കി മാറ്റിയിട്ട് അത് നമ്മളോട് പറയാണ് ചെയ്തത്. യു ഗോട്ട് ഇറ്റ്? മറ്റൊരു കാര്യം, അയാൾ പോലും പ്രേതത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല. എല്ലാ പ്രേത കഥകളിലും ഇതൊക്കെ തന്നെയാ സംഭവിക്കുന്നത്. ഓക്കെ, യെസ് സാർ. എന്താ മിസ്റ്റർ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യെസ് സർ, എനിക്ക് മനസ്സിലായി. അല്ല, ഈ വ്യക്തിമിന്റെ മൊബൈൽ എന്തേ? ഇവിടെ ഉണ്ട് സർ.
കോൺസ്റ്റബിൾ, ആ മൊബൈൽ കൊണ്ടുവന്നേ. യെസ്, ഐ ഗോട്ട് ഇറ്റ്. ഈ കൊലപാതകം ചെയ്തത് അവനാണ്. അവൻ തന്നെ പറഞ്ഞു സർ, ഈ മർഡർ ചെയ്തത് അവൻ തന്നെയാണെന്ന്. നമുക്കറിയേണ്ട കാര്യം അവൻ എന്തിനാണത് ചെയ്തതെന്നാണ്. ഇവന്റെ ഉള്ളിലുള്ള ആ സോഫ്റ്റ്വെയർ ആരാണ്? അതുപോലെ ഇവൻ പറയുന്ന ആ പെണ്ണ് എവിടെയാണ്? ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണോ? വാ പറയാം. അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ലെറ്റ്സ് ഗോ. സോ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറോ? നോ, ഐ ആം എ ഫിലിം മേക്കർ. ശരി, പിന്നെന്തുണ്ടായത്? അതിനുശേഷം ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുത്ത് മുകളിലേക്ക് പോയി വീണ്ടും കഥ എഴുതാൻ തുടങ്ങി. ഡാഷേ, ഇതൊന്ന് വായിക്കേ. എന്താടാ അത്? സ്റ്റോറി എഴുതിയതാടാ. എനിക്കോ? എങ്ങനെയുണ്ടെന്ന് വായിച്ചിട്ട് പറ. ഇതാരടാ? നിന്റെ കണ്ണിലും കാണുന്നുണ്ടോ? ശരി, ബാക്കി വായിക്ക്. ഇയാൾ എൻ്റെ സ്റ്റോറിയിൽ വരുന്ന ഹസ്ബൻഡ് ക്യാരക്ടറാ. ഇടാ, എന്ത് സീനടാ ഇത്?
ഫിലിം സ്റ്റോറിയാണോ? ഞാൻ മിണ്ടാണ്ട് വായിക്കടാ. ഇത് എന്ത് സ്റ്റോറിയാടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലവ് വെസസ് ലസ്റ്റ്, സെക്ഷൽ ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെക്ഷൽ ഡിഫറൻസസ് ലീഡിങ് ടു എ ബാഡ് ഫേസ്. ഇതാണ് എൻ്റെ കഥ. അതിന് ക്യാരക്ടറൊന്നും സംസാരിച്ചില്ലല്ലോ. അതിനിയും ഡയലോഗ് പോർഷൻ ഒന്നും എഴുതിയിട്ടില്ല. ഓ, നീ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചേക്ക്. ഹീറോയിൻ ഡയലോഗ്സ് എല്ലാം ഞാൻ എഴുതാം. ഹീറോയുടെ ഡയലോഗ് നീ എഴുത്. ശരി, അയച്ചു തരാം. വാ. പിന്നെന്താ സംഭവിച്ചത്? അതിനുശേഷം ഞാൻ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ അല്ല, ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇയാൾ ശരിക്കും ഓർത്ത് നോക്കി. ഓർമ്മ വരുന്നില്ല. നോ, ശരിക്കൊന്നും ആലോചിച്ചാൽ എല്ലാം ഓർമ്മ വരും. ഇയാളൊന്ന് ശ്രമിച്ചു നോക്ക്, സമാധാനമായിട്ട് ചിന്തിക്ക്. നിങ്ങൾക്ക് എല്ലാം ഓർമ്മ വരും. ആലോചിക്ക്. നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ചിന്തിക്ക്. നിങ്ങൾ ശരിക്കും ഒന്ന് ഓർത്ത് നോക്ക്. നിങ്ങൾക്ക് കഴിയും. കമോൺ, നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ കഴിയും. കമോൺ, ടെൽ മീ. പിന്നീട് എന്താ സംഭവിച്ചത്? I killed her. That's it. അപ്പോ ഇതൊക്കെ ഇവൻ അറിയാതെ തന്നെ ചെയ്താണെന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവനെന്താ ഇവന്റെ കൂട്ടുകാരനെ കൊന്നത്? ഐ വിൽ എക്സ്പ്ലെയിൻ എവറിത്തിങ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് അത് കിട്ടാതെ വരുമ്പോൾ മെന്റൽ ബാലൻസ് ഇല്ലാതാവും. രണ്ടുപേരും സിനിമാ മേഖലയിലുള്ള ആൾക്കാരായതുകൊണ്ട് അവരെഴുതിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടറിൽ ഒരുപാട് ഇൻവോൾവ്ഡ് ആയിരുന്നു. സോ ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് അവർക്ക് ഹാലോജിനേഷൻസ് തുടങ്ങി. എപ്പോൾ മുതൽ അവർ രണ്ടുപേരും അവർ സൃഷ്ടിച്ച ആ ഫിക്ഷണൽ ക്യാരക്ടേഴ്സിന് ഡയലോഗ് എഴുതാൻ തുടങ്ങിയോ, അപ്പോൾ മുതൽ അവർ ആ ക്യാരക്ടറായി ബിഹേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഐ കാൻ ബിലീവ് ദിസ് സർ. ഹൗ ഇസ് ദിസ് പോസിബിൾ? ഇറ്റ്സ് ആക്ച്വലി പോസിബിൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എങ്ങനെയാണ് ഈ സിഗരറ്റ് കത്തിക്കാതെ നിങ്ങളുടെ കയ്യിൽ പിടിച്ച് സ്മെല്ല് ചെയ്ത് വലിച്ച പോലെ ഫീൽ ചെയ്യുന്നത്? അതുപോലെയാണ് അവർ ആ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. ദ ഡിഫറൻസ് ഈസ് യു ആർ വെരി മച്ച് കോൺഷ്യസ് അബൌട്ട് ഇറ്റ്, ബട്ട് ദേ ആർ നോട്ട്. പക്ഷെ ഇതിനൊക്കെ എന്ത് പ്രൂഫാണ് ഡോക്ടർ? ഇതിനുള്ള ഉത്തരം വിക്ടിമിന്റെ ഫോണാണ്. കോൺസ്റ്റബിൾ, ഫോണിങ് തന്നെ. താങ്ക് യു. ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന പാറ്റേൺ ശ്രദ്ധിച്ചോ? ഹീസ് ആക്ച്വലി ക്രിയേറ്റഡ് ടിൻഡർ അക്കൗണ്ട് വിത്ത് എ നെയിം കോൾ ന്യൂലി മാരിഡ് വൈഫ് ആൻഡ് സ്റ്റാർട്ടഡ് ചാറ്റിംഗ് വിത്ത് മെൻ. And being a writer, he started using hacking software in his laptop. ഇതെല്ലാം അവന്റെ ക്യാരക്ടറിൽ ഓവറായിട്ട് ഇൻവോൾവ്ഡ് ആയതിനു ശേഷമുള്ള ചേഞ്ച് ഓഫ് ബിഹേവിയർ ആണ്. ഇപ്പൊ മനസ്സിലായോ?
ഈ ഡിസോർഡർ എന്തെങ്കിലും പേരുണ്ടോ സാർ? എല്ലാത്തിനും അങ്ങനെ പേരൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ? പേരില്ലാത്തൊരു അസുഖമോ? എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല സാർ. IHSD. വാട്ട്? ഇൻഡ്യൂസ് ഹാലൂസിനേഷൻ സിസിയോഫാമിനിക് ഡെലൂറിയം. ഒന്നും മനസ്സിലായില്ലല്ലേ? ഐ നോ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഇറ്റ് ജസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ദാറ്റ്സ് ഓൾ. ഇപ്പോൾ കേസ് സോൾവ് ആയില്ലേ? ആ, സോൾവ് ആയി. ഡോക്ടർ, ലെറ്റ്സ് ഗോ. ഓക്കെ സർ. അങ്ങനെ കേസ് കഴിഞ്ഞു. ജസ്റ്റ് വെയിറ്റ്. കമോൺ. സർ, ഈ ഡിസോർഡറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. പഠിക്കാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. കാരണം ഈ അസുഖത്തിന് ഞാൻ ഇപ്പോഴാണ് പേരിട്ടത്. അതെന്താ സർ? ഇതിനു മുമ്പുണ്ടായ പേരൊക്കെ മറ്റാരോ ഇട്ടതല്ലേ? ഇതിനും ഞാനങ്ങ് പേരിട്ടു. സോ ബിഹേവിയർ ആൻഡ് സിംറ്റംസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. കൂടുതൽ ചിന്തിക്കരുത്. ഓക്കെ? ഓക്കെ സർ. സോ അതിൻ്റെ പേര് ഇതാണ്, ഡിസ്കവർഡ് ബൈ. ലെറ്റ്സ് ഗോ. നിൽക്കുന്നവരത് എനിക്ക് മനസ്സിലായോ? അവിടെ ആരുമില്ലല്ലോ സർ.